നമസ്കാരം. എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 ഫെബ്രുവരി 1 ലക്കം മലയാള മനോരമ തൊഴിൽ വീതിയിൽ വന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇസ്രോയിൽ തലമാറ്റം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പുതിയ ചെയർമാനായി ഡോക്ടർ വി നാരായണൻ ജനുവരി 15 ചുമതലയേറ്റു. മലയാളിയായ ഡോക്ടർ എസ് സോമനാഥ് വിരമിച്ചതോടെയാണ് നാരായണൻ്റെ നിയമനം. തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ഡയറക്ടറായിരുന്ന നാരായണനെ ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി നിയമിച്ചതിനു പിന്നാലെയാണ് ഇസ്രോയുടെ തലപ്പത്തെത്തുന്നത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ നടന്ന ചടങ്ങിലാണ് നാരായണൻ ISRO ചെയർമാൻ പദവി ഏറ്റെടുത്തത്. 2 വർഷത്തേക്കാണ് നിയമനം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ നീലക്കാട്ടുവിളൈ സ്വദേശിയാണ് ഡോക്ടർ വി നാരായണൻ. ഇസ്രോയുടെ 14ാമത്തെ ചെയർമാനാണ് നാരായണൻ. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ബംഗളൂരുവിലെ അന്തരിക്ഷ് ഭവനാണ് ഇസ്രോയുടെ ആസ്ഥാനം. അടുത്തത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം. ഗാസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാർ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ജനുവരി 17 അംഗീകരിച്ചു. 15 മാസം നീണ്ട യുദ്ധത്തിന് വിരാമമിടാനുള്ള വ്യവസ്ഥകളാണ് അംഗീകരിച്ചത്. സമാധാന കരാർ ജനുവരി 19 പ്രാബല്യത്തിലായി. വെടിനിർത്തൽ കരാർ 3 ഘട്ടമായാകും നടപ്പിലാക്കുക. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനിയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് പ്രഖ്യാപിച്ചത്. അടുത്തത് മാർപ്പാപ്പയ്ക്ക് US ഫ്രീഡം മെഡൽ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡന്റിൻ്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു. സ്ഥാനമൊഴിഞ്ഞ US പ്രസിഡന്റ് ജോ ബൈഡനാണ് മെഡൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചത്. വിവിധ മേഖലകളിൽ സവിശേഷ സേവനത്തിനുള്ള പ്രസിഡന്റിൻ്റെ ഫ്രീഡം മെഡലിന് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിൻ്റൺ, ഷെഫ് ജോസ് ആൻഡ്രെ, പരിസ്ഥിതി പ്രവർത്തക ജെയിൻ ഗുഡാൾ എന്നിവരും അർഹരായി. അടുത്തത് ആഗോള താപനിലയിൽ വർധന. ലോകത്തെ പല മേഖലകളിലും ശരാശരി താപനിലയിൽ 1.54 ഡിഗ്രി വരെ വർധനയുണ്ടായെന്ന് യൂറോപ്യൻ കാലാവസ്ഥാ സംഘടനയായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിൻ്റെ റിപ്പോർട്ട്. ഇതുവരെ 1 ഡിഗ്രിക്ക് ചുറ്റും കറങ്ങുന്ന വർധനയാണ് ഇപ്പോൾ ഈ നിലയിൽ കൂടിയത്. ലോകത്തെ ഇതുവരെയുള്ള ഏറ്റവും ചൂടേറിയ വർഷം 2024 ലോകത്തെ ഇപ്പോഴത്തെ ശരാശരി താപനില 15.10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് മുൻ വർഷത്തേക്കാൾ 0.12 ഡിഗ്രി കൂടുതലാണ്. അടുത്തത് കരുൺ നായർക്ക് ലോക റെക്കോർഡ്. ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് എന്ന ലോക റെക്കോർഡ് വിദർഭയുടെ മലയാളി താരം കരുൺ നായർ സ്വന്തമാക്കി. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ 5 മത്സരങ്ങളിൽ നിന്ന് പുറത്താകാതെ 542 റൺസ് നേടിയതോടെയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായ കരുൺ ചരിത്രം കുറിച്ചത്. 2010 പുറത്താകാതെ 527 റൺസ് നേടിയ ന്യൂസിലൻഡ് താരം ജെയിംസ് ഫ്രാങ്ക്ലിൻ്റെ റെക്കോർഡാണ് തകർത്തത്. അടുത്തത് BCCIക്ക് പുതിയ സെക്രട്ടറി. ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രക സംഘടനയായ BCCIയുടെ പുതിയ സെക്രട്ടറിയായി ദേവജിത്ത് സൈക്കിയെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായ ജയ് ഷാഹുയുടെ പിൻഗാമിയായാണ് മുൻ ആഭ്യന്തര ക്രിക്കറ്റ് താരം കൂടിയായ ദേവജിത്ത് സൈക്കിയെ സെക്രട്ടറി പദവിയിലെത്തിക്കുന്നത്. BCCI ട്രഷറർ സ്ഥാനത്തേക്ക് ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രബ്തേജ് സിംഗ് ഭാട്ടിയയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് നാഴികക്കല്ലായി ഇന്ത്യയുടെ ഡോക്കിംഗ്. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേസ് ഡെക്ക് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ISRO വിജയകരമായി പൂർത്തിയാക്കി. PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30 ഭൂമിയിൽ നിന്നും 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച 2 ഉപഗ്രഹങ്ങളെയാണ് ജനുവരി 16 ബഹിരാകാശത്തേക്ക് കൂട്ടിച്ചേർത്തത്. ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാം രാജ്യമാണ് ഇന്ത്യ. റഷ്യ, US, ചൈന എന്നിവയാണ് ഈ നേട്ടം കുറിച്ച രാജ്യങ്ങൾ. അടുത്തത് ഒരുമിച്ചിറങ്ങി 3 ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ. ഇന്ത്യയിൽ നിർമ്മിച്ച
INS നീലഗിരി, INS സൂറത്ത്, മുങ്ങിക്കപ്പൽ INS വാഗ്ഷീർ എന്നീ യുദ്ധക്കപ്പലുകൾ ജനുവരി 15-ന് നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തു. ദക്ഷിണ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കപ്പലുകൾ രാജ്യത്തിന് സമർപ്പിച്ചത്. നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത്. മുംബൈയിലെ മസ്ഗാവ് ഡോക്കിലാണ് 3 യുദ്ധക്കപ്പലുകളുടെയും നിർമ്മാണം വഹിച്ചത്. അടുത്തത് AFI കമ്മീഷൻ തലപ്പത്ത് അഞ്ജു. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിനെ തിരഞ്ഞെടുത്തു. 2 വട്ടം ഒളിമ്പിക് മെഡൽ നേടിയ നീരജ് ചോപ്ര, സ്റ്റീപ്പിൾ ചേസ് താരം അവിനാഷ് സാബ്ലെ ഉൾപ്പെടെ 9 അംഗങ്ങൾ ഉൾപ്പെടുന്ന സമിതിയെ അഞ്ജു നയിക്കും. കമ്മീഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 വനിതകളിൽ മലയാളി ഒളിമ്പ്യൻ MD വത്സമ്മയുമുണ്ട്. AFIയുടെ സീനിയർ വൈസ് പ്രസിഡന്റായും അഞ്ജുവിനെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിച്ചു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്